സ്നേഹമുള്ളവരെ, സെമിനാരിയിൽ പഠിക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഷിൻഡോ എന്നായിരുന്നു. വൈദിക പരിശീലനത്തിൻ്റെ 5ാമത്തെ വർഷം ബ്ലഡ് ക്യാൻസറായി അവൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. വലിയ വേദനയിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ദിനങ്ങൾ. ഒരു ദിവസം കീമോയൊക്കെ കഴിഞ്ഞ ദിവസം അവനെ സന്ദർശിക്കുവാനായി ഹോസ്പിറ്റലിലെത്തി. ഞാൻ കണ്ടത് വലിയ വ്യതയോടെ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെയാണ്. കുറച്ചു സമയം ഞാൻ അവൻ്റെ അടുക്കലിരുന്നു. കാരണം ഉപദേശങ്ങളോ സംഭാഷണങ്ങളോ ഈ സമയം ആർക്കും ആവശ്യമില്ല. നമ്മുടെ സാന്നിധ്യമാണ് ആവശ്യം. തൊട്ടടുത്തിരുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ബൈബിൾ എടുത്ത് പതുക്കിയൊന്ന് മറിച്ചു നോക്കി. എനിക്ക് കാണുവാൻ സാധിച്ചത് ബൈബിളിൽ ചില വചനങ്ങളുടെ അടിയിലൊക്കെ ചുവന്ന മഷി കൊണ്ട് അവൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നു. കുറച്ച് സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ബൈബിളിൽ ചുവന്ന മഷി കൊണ്ട് പല സ്ഥലത്തും നീ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ, എന്താണ് എന്ന്. അവൻ പറഞ്ഞു, ബൈജു, കുറച്ച് കഴിയുമ്പം നീ പുറത്തേക്ക് പോകും. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഇത് കാണാതെ വേദനിച്ച് വിഷമിച്ച് അവരത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഡോക്ടേഴ്സും നേഴ്സുമാരുമൊക്കെ ഇടയ്ക്ക് വരും. അവരും കുറച്ച് കഴിയുമ്പം പുറത്തേക്ക് പോകും. ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്. വലിയ വേദനയിലൂടെ ദുഃഖത്തിലൂടെ പോകുമ്പം എനിക്ക് ആശ്വാസം നൽകുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം കയ്യിലെടുക്കുവാനായി ഞാൻ ശ്രമിക്കും. പതുക്കെ നിവർത്തി വായിക്കുവാൻ ശ്രമിക്കും. അപ്പോൾ നിനക്കറിയാമോ, സഹനത്തെക്കുറിച്ച് ബൈബിളിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ വചനങ്ങളുടെ അടിയിലാണ് ഞാൻ വരച്ചു വച്ചിരിക്കുന്നത്. ആ വചനം വായിക്കുമ്പം എനിക്ക് വലിയൊരു ശക്തിയാണ് ലഭിക്കുന്നത്. ആ ശക്തി, അതാണ് എനിക്ക് സഹിക്കുവാനുള്ള ശക്തി നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ സ്വാഭാവികമാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ചേർത്ത് പിടിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ, ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ യുവതി ഒക്കെ വചനം വായിക്കുന്നുണ്ട്, ദൈവത്തിലേക്ക് അടുത്തു വരുന്നുണ്ട്. പുതുവത്സരത്തിൽ ഈ ദിനങ്ങളിൽ ഒരു തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ ഗ്രന്ഥം മാറോട് ചേർത്ത് പിടിക്കുവാൻ, ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ആശ്വാസം ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്നു. ആമേൻ.